ഗുഡ് മോർണിംഗ് സർ. നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്ത് ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ഒരു കരാറിൽ ഒപ്പിടുന്നു. അന്നത്തെ ഇരു രാജ്യത്തെ വിദേശകാര്യ സെക്രട്ടറിമാരായിരുന്നു ആ കരാറിൽ ഒപ്പിട്ടത്. ആ കരാർ പ്രകാരം ഇന്ത്യ പാകിസ്ഥാനെതിരായിട്ടുള്ള എല്ലാ സൈനിക നീക്കങ്ങളും 15 ദിവസം മുമ്പ് തന്നെ പാകിസ്ഥാനെ അറിയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തിനാണ് കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു ഒരു സഹായം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഇത്തരത്തിലുള്ളൊരു സഹായം കോൺഗ്രസ് പാകിസ്ഥാനുമായി പാകിസ്ഥാന് വേണ്ടി ചെയ്തു കൊടുത്തത്? ഇത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു നീക്കമല്ലേ അന്ന് ഇന്ത്യൻ കോൺഗ്രസ് എടുത്തത്? ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നെഹ്റു മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ളവരുടെ ചരിത്രം പരിശോധിച്ചാൽ പലപ്പോഴും അവരെടുക്കുന്ന നിലപാടുകൾ രാജ്യസുരക്ഷയ്ക്കും രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും സഹായകരമായിരുന്നില്ല എന്ന് പറയേണ്ടി വരും. ഇത് പലപ്പോഴും ഇന്ത്യയുടെ പല ചരിത്രകാരന്മാരും നിരീക്ഷിച്ചിട്ടുണ്ട്. അതില് ഏറ്റവും പുതുതായിട്ട് പുറത്തു വരുന്ന വിവരമാണ് 1964 നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലഘട്ടത്തില് പാകിസ്ഥാനുമായിട്ട് ഉണ്ടാക്കിയ ഒരു ധാരണ. അഖില സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ സൈനിക നീക്കം നടത്തുന്നുണ്ടെങ്കിൽ സൈനികരെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ അതിർത്തി ഭാഗത്ത്, അത് 15 ദിവസം മുമ്പേ പാകിസ്ഥാനെ അറിയിക്കണം, ബോധ്യപ്പെടുത്തണം. എനിക്കിപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്തിനു വേണ്ടിയിട്ടാണ് പാകിസ്ഥാനെ പോലുള്ള ഒരു ശത്രു രാജ്യവുമായിട്ട്, ഭീകര രാഷ്ട്രമെന്ന് ലോകം മുദ്ര കുത്തിയിട്ടുള്ള ഒരു രാജ്യവുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ധാരണയ്ക്ക് ഇന്ത്യ ഗവൺമെന്റ് തയ്യാറായത്. നമുക്കൊക്കെ അറിയാം, ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യമാണ് പാകിസ്ഥാൻ. 1947 ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാൻ രൂപം കൊണ്ടത് മുതലുള്ള അവരുടെ ചരിത്രം പരിശോധിച്ചാൽ അവർ ഏതു സമയത്തും ഇന്ത്യയെ ഉപദ്രവിക്കാൻ, ഇന്ത്യയെ അപകടപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. പാക് അധീന കാശ്മീർ പിടിച്ചടക്കിയത് മുതലുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ നിലനിൽക്കുന്ന സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണ് റാവു ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത്? അതിൽ പ്രയോജനം എന്തെങ്കിലും ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ടോ? പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആ വാക്കുകള് കോൺഗ്രസിന്റെ സർക്കാരുകൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ചെറിയ രാജ്യദ്രോഹമായിട്ട് കണ്ടുകൂടാ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിർത്തി കടന്ന് എത്രയോ തവണ പാകിസ്ഥാൻ പട്ടാളക്കാർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അതിർത്തി കടന്ന് എത്രയോ വട്ടം പാകിസ്ഥാൻ പട്ടാളത്തിന്റെ സഹായത്തോടു കൂടി പാക് ഭീകരന്മാര് ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതൊക്കെ ഈ കരാർ നിലനിൽക്കുന്ന സമയത്തല്ലേ. പാകിസ്ഥാന് ദോഷമുണ്ടാക്കുന്ന ഒരു ധാരണാപത്രമല്ല, പാകിസ്ഥാൻ അനുകൂലമായ, പാകിസ്ഥാന് സഹായകരമായ, ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ദോഷകരമായ ഒരു തീരുമാനമാണ് റാവു ഗവൺമെന്റ്, കോൺഗ്രസ് ഗവൺമെന്റ് എടുത്തത് എന്ന് പറയാൻ വേറെ എന്ത് തെളിവുകളാ വേണ്ടത്? അത് മാത്രമാണോ? 15 ദിവസം മുമ്പേ പാകിസ്ഥാനെ അറിയിക്കുന്നു എന്ന് വന്നാൽ ഇന്ത്യയുടെ സൈനികരുടെ സുരക്ഷയെ പോലും അത് ബാധിക്കാൻ സാധ്യതയില്ലേ? അങ്ങനെ വേണ്ടേ ഒരു സാമാന്യ ബുദ്ധിയുള്ളവർ ചിന്തിക്കാൻ? അപ്പൊ ഇതൊരു ഒരു കോൺഗ്രസിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യസുരക്ഷയ്ക്കും രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഒക്കെ എതിരായിട്ട് കോൺഗ്രസ് സ്വീകരിച്ചു വരുന്ന നിലപാടുകളുടെ തുടർച്ചയായിട്ട് വേണം കാണാൻ. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് റാവു ഗവൺമെന്റ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ഇനിയും വ്യക്തമല്ല. ഇപ്പോ പാകിസ്ഥാനെതിരായിട്ടുള്ള, അവരുടെ ആഗോള ഭീകരതയ്ക്ക് എതിരായിട്ടുള്ള ഒരു നയതന്ത്ര നീക്കവുമായിട്ട് മോഡി ഗവൺമെന്റ് ഇറങ്ങുമ്പോഴാണ് ഇതൊക്കെ പുറത്തു വരുന്നത്.
നമുക്കറിയാം അടുത്ത ദിവസങ്ങളിൽ മോഡി സർക്കാർ മുൻകൈ എടുത്തിട്ട് സർവകക്ഷി സംഘങ്ങളെ വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ചു. അവരെ ബ്രീഫ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ധാരണാപത്രം ഉണ്ടായിരുന്നു എന്നത് ഇന്ത്യയിലെ MP പോലും അറിയുന്നത് എന്നതാണ് വസ്തുത. BJPയുടെ MP ആയിട്ടുള്ള ഒരു വോക്കൽ MP ആയിട്ടുള്ള നിഷികാന്ത് ദുബെയാണ് ഇത് ആദ്യം പുറത്തു കൊണ്ടുവരുന്നത്. ഇവിടെ കുറച്ച് കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. 1947 മുതൽ 47 കാശ്മീർ മഹാരാജ്യം ഇന്ത്യയിൽ ലയിക്കാൻ തയ്യാറായിരുന്നു. അന്ന് അവര് കോൺഗ്രസിന്റെ അന്നത്തെ ഭരണകൂടവുമായിട്ട്, നെഹ്റു ഭരണകൂടവുമായിട്ട് ചർച്ച നടത്തി. പക്ഷെ നെഹ്റു പറഞ്ഞു കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമാകണമെന്ന്. ഷെയ്ഖ് അബ്ദുള്ളയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ്. ഹരിസിംഗ് മഹാരാജാവ് പറഞ്ഞു പാകിസ്ഥാനിൽ ലയിക്കാൻ പറ്റില്ല, കാരണം പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, മതത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ രാഷ്ട്രമാണ്, അതിന്റെ കൂടെ കാശ്മീർ ലയിക്കാൻ പറ്റില്ല. ആ സമയത്ത് നെഹ്റു അന്നത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ ജമ്മു കാശ്മീരിൽ അയച്ച ഹരിസിംഗ് മഹാരാജാവിനെയും അന്നത്തെ കാശ്മീരിലെ പ്രധാനമന്ത്രിയെയും കണ്ട് സമ്മർദ്ദം ചെലുത്തിച്ചു. പക്ഷേ ഹരിസിംഗ് മഹാരാജാവ് തയ്യാറായില്ല. എന്ന് മാത്രമല്ല, സർദാർ പട്ടേലിനെ പോലുള്ള ഒരു ശക്തനായ ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം അന്നത്തെ RSSന്റെ സർസംഘചാലക്കായിരുന്ന ഗുരുജി ഗോൾവൽക്കറെ കാശ്മീരിൽ അയച്ച് ഹരിസിംഗ് മഹാരാജാവിനെ ഓട് സംസാരിച്ച് ഇന്ത്യയിൽ ലയിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയിലെ മറ്റു നാട്ടുരാജ്യങ്ങളൊക്കെ ഇന്ത്യൻ യൂണിയനിൽ എങ്ങനെയാണോ ലയിച്ചത്, സമാനമായ ധാരണാപത്രത്തിലൂടെയാണ് കാശ്മീരും ഇന്ത്യയുടെ ഭാഗമായത്. പക്ഷെ പിൽക്കാലത്ത് നമ്മൾ കണ്ടു, കാശ്മീരിന് പ്രത്യേക അധികാരം കൊടുത്തു. ആർട്ടിക്കിൾ 370, കാശ്മീരിന് പ്രത്യേക പദവി, പ്രത്യേക ഭരണഘടന, ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെ വിധികള് കാശ്മീരിന് ബാധകമല്ലാത്ത വിധത്തിലുള്ള ചട്ടങ്ങള്. ഇപ്പൊ കാശ്മീരിനെ ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ആക്കി നിർത്താനുള്ള ഒരു ഗൂഢാലോചന കൂടി അന്ന് നെഹ്റു നടത്തി. അത് ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വിഘാതം സൃഷ്ടിക്കുന്നതാണ് എന്നുള്ള ചിന്ത പോലും അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉണ്ടായില്ല. അംബേദ്കറിനെ പോലുള്ളവര്, പട്ടേലിനെ പോലുള്ളവർ അതിനെ എതിർത്തുവെങ്കിലും നെഹ്റു ഉറച്ചു നിന്നു. അതാണ് നെഹ്റുവിന്റെ പാരമ്പര്യം. അതേപോലെ വേറൊരു ചരിത്രം കൂടിയുണ്ട്. നേപ്പാൾ ഇന്നൊരു പ്രത്യേക രാജ്യമാണ്. നേപ്പാൾ പഴയകാലത്ത് അത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായിരുന്നു. ഇന്ത്യയിലെ മറ്റു നാട്ടുരാജ്യങ്ങളെ പോലെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു നേപ്പാൾ. 47 ഇന്ത്യൻ യൂണിയൻ രൂപം കൊള്ളുന്ന സമയത്ത് നേപ്പാളിലെ രാജാവ് പറഞ്ഞു, ഞങ്ങളും തയ്യാറാണ് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ. അന്ന് നെഹ്റു പറഞ്ഞു, വേണ്ട, നേപ്പാൾ പ്രത്യേക രാജ്യമായിട്ട് നിന്നാ മതി എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് ഇന്ത്യക്ക് ഏറ്റവും വലിയ ഒരു സെക്യൂരിറ്റി ത്രെട്ടായിട്ട് മാറുന്നത് നേപ്പാളാണ്. കാരണം അപ്പുറത്ത് ചൈനയുടെ ഇടപെടൽ നേപ്പാളിൽ ഉണ്ടാകുന്നു. നേപ്പാളിലെ ഭരണം അവസാനിപ്പിച്ചു. അവിടെ ഇപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് പിന്തുണയുള്ള സർക്കാരാണ് ഉള്ളത്. അവർ ആശ്രയിക്കുന്നത് പലതിനും ചൈനയാണ്. പഴയ കാലത്ത് ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്ത് പോയിരുന്ന രാജ്യം ഇന്ന് പല കാര്യങ്ങൾക്കും ചൈനയെ ആശ്രയിക്കാൻ തുടങ്ങുന്നു. അന്ന് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ട് നേപ്പാൾ മാറിയിരുന്നെങ്കിൽ നമ്മൾ എത്രത്തോളം സുരക്ഷിതമാകുമായിരുന്നു. ബലൂചിസ്ഥാൻ, ഇപ്പൊ ബലൂചിസ്ഥാൻ ഒരുപാട് ദിവസങ്ങളായിട്ട് വാർത്തയിലുണ്ട്. ബലൂചിസ്ഥാൻ ഒരു നാട്ടുരാജ്യമായിരുന്നു, ഇന്ത്യയിലെ മറ്റു പല രാജ്യങ്ങളെയും പോലെ. അവരും 47 ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ തയ്യാറായിരുന്നു. പാകിസ്ഥാന്റെ ഭാഗമാകാൻ ആഗ്രഹിച്ചില്ല. അതിന് മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ്. അവിടുത്തെ ഖാൻ രാജാവ് നെഹ്റുവിനോട് പറഞ്ഞു, ഞാൻ ഇന്ത്യയുടെ ഭാഗമാകാനാണ് ആഗ്രഹിക്കുന്നത്. നെഹ്റു സമ്മതിച്ചില്ല. അപ്പോ പാകിസ്ഥാനിൽ ലയിക്കാൻ പോകാതെ സ്വതന്ത്ര രാജ്യമായിട്ട് നിലനിർത്താൻ ഖാൻ തീരുമാനിക്കുന്നു, അവിടുത്തെ രാജാവ് തീരുമാനിക്കുന്നു. പക്ഷെ 47 ശേഷം പാകിസ്ഥാൻ രൂപം കൊണ്ടപ്പോ അവര് POK കൈയടക്കിയതുപോലെ ബലൂചിസ്ഥാനെ ആക്രമിച്ച് കീഴടക്കുകയായിരുന്നു. അന്ന് മുതൽ ബലൂചിസ്ഥാനിൽ അരക്ഷിതാവസ്ഥയുണ്ട്. അന്ന് മുതൽ പാകിസ്ഥാനെതിരായ രോഷം ബലൂചിസ്ഥാനിലുണ്ട്. ഇന്നിപ്പോ ബലൂചിസ്ഥാൻ നമുക്കറിയാം, ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാജ്യമായിട്ട് സ്വയം പ്രഖ്യാപിച്ചിരിക്കുക.
അവര് UN സമീപിച്ചിരിക്കുന്നു, ഞങ്ങളെ രാജ്യമായിട്ട് അംഗീകരിക്കണമെന്ന്. ഇന്ത്യയെ സമീപിച്ചിട്ടുണ്ട്, ലോകരാജ്യങ്ങളെ സമീപിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ 47-ല് നെഹ്റു വിചാരിച്ചിരുന്നുവെങ്കിൽ ഈ ബലൂച്ചും ഇന്ത്യയുടെ ഭാഗമാകുമായിരുന്നു. കഴിഞ്ഞില്ല. 1962-ലെ ചൈന യുദ്ധം. അന്ന് ഈ അക്ഷരാർത്ഥത്തില് ഇന്ത്യ തകർന്ന് തരിപ്പണമായി ചൈനയുടെ മുമ്പിൽ. ഏതാണ്ട് 37,000 ചതുരശ്ര കിലോമീറ്റർ ഭൂപ്രദേശം ചൈന കൈയടക്കി. ഇന്ത്യക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? നെഹ്റുവിന്റെ ഭരണമായിരുന്നില്ലേ അന്ന്? അപ്പോ ഇന്ത്യയുടെ സുരക്ഷ ഇന്നിപ്പോ രാഹുൽ ഗാന്ധിയൊക്കെ പറഞ്ഞു നടക്കുന്നത് ലഡാക്ക് ചൈന കൈയടക്കിയെന്ന. യഥാർത്ഥത്തില് ലഡാക്ക് ഉൾപ്പെടെയുള്ള ഭൂപ്രദേശങ്ങൾ ചൈന കൈയടക്കിയത് നെഹ്റുവിന്റെ ഭരണകാലത്താണ്. 1962-ലെ യുദ്ധത്തില്. പിൽക്കാലത്ത് POKയുടെ കുറെ ഭാഗമായിരുന്ന പ്രദേശം പാകിസ്ഥാൻ ചൈനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഒരു ഇഞ്ച് ഭൂമി ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. കോൺഗ്രസിന്റെ സുരക്ഷയുടെ കാര്യം പറയുമ്പോൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ് ബംഗ്ലാദേശ് യുദ്ധം. 1971-ല് ഇന്ത്യയുടെ സഹായത്തോടു കൂടിയാണ് കിഴക്കൻ ബംഗാളിനെ കിഴക്കൻ പാകിസ്ഥാനെ നമ്മൾ സ്വതന്ത്രമാക്കിയതും ബംഗ്ലാദേശ് രൂപീകരിച്ചതും. അതില് നമ്മുടെ BSFും ഇന്ത്യയുടെ സൈന്യവും ഒക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ യുദ്ധത്തിന് ശേഷം 93,000 പാക് പട്ടാളക്കാരാണ് ഇന്ത്യൻ പട്ടാളത്തിന് മുമ്പിൽ കീഴടങ്ങിയത്. 93,000 പേര്. ആ 93,000 പട്ടാളക്കാരെ കൂടെ നിർത്തിക്കൊണ്ട്, ഇന്ത്യയിൽ നിലനിർത്തിക്കൊണ്ട് പാകിസ്ഥാനുമായിട്ട് എന്തെല്ലാം ബാർഗൈൻ ചെയ്യാൻ പറ്റുമായിരുന്നു? POK തിരിച്ചു കിട്ടിയാലേ ഈ പട്ടാളക്കാരെ തിരിച്ചു നൽകൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമായിരുന്നില്ലേ? അതുപോലെ അതിർത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെടാമായിരുന്നില്ലേ? അതിനൊന്നും ഇന്ദിരാഗാന്ധി തയ്യാറായില്ല. അവിടെയും ഇന്ദിരാഗാന്ധി മറ്റ് ചില അമേരിക്കയുടെയും റഷ്യയുടെയും ഒക്കെ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ പട്ടാളക്കാരെ മുഴുവൻ തിരിച്ചു പറഞ്ഞയച്ചു. ഇന്നിപ്പോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, ഇപ്പോ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാകുമ്പോ നമ്മള് മൂന്നാം ശക്തിയുടെ ഇടപെടലിന് വഴങ്ങി എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ്സുകാർ നടക്കുന്ന ചിത്രം നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തില് പാകിസ്ഥാന്റെ DGMO വന്ന് കാല് പിടിച്ചപ്പോഴാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിട്ട് നിർത്തിയിട്ടില്ല, മരവിപ്പിക്കുക ചെയ്തത്. പക്ഷെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇന്ത്യ ആരുടെയൊക്കെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി, അമേരിക്കയുടെയും റഷ്യയുടെയും ഒക്കെ തന്നെയായിരിക്കും, 93,000 പട്ടാളക്കാരെ ഒരു കാര്യവും നേടാതെ തിരിച്ചു കൊടുത്തത് നമ്മുടെ മുമ്പിലുണ്ട്. അന്ന് വേണമെങ്കിൽ POK നമുക്ക് വേണം എന്ന് നമുക്ക് ആവശ്യപ്പെടാമായിരുന്നു, ചെയ്തില്ല. പിന്നീട് ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ കാലഘട്ടത്തിൽ വരുമ്പോൾ നമ്മൾ കാണാമല്ലോ, കോൺഗ്രസ് പാർട്ടി ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ഒരു MOU ഒപ്പിട്ടു മൻമോഹൻ സിംഗിന്റെ കാലത്ത്. അത് ഇന്നും രഹസ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാ ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടൊരു ധാരണാപത്രം ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ എന്ത് സഹായമാണ് ചൈനയ്ക്ക് ഇന്ത്യ നൽകുന്നത്? ഇന്ത്യയിൽ നിന്ന് ഈ ചൈന എന്ത് സഹായമാണ് ഇന്ത്യക്ക് നൽകുന്നത്? ഇന്ത്യക്ക് സുരക്ഷാ ഭീഷണി അല്ലാതെ. പക്ഷെ നമ്മൾ വേറൊന്ന് കണ്ടു. ലഡാക്കിലെ ചൈനീസ് പട്ടാളം ഇന്ത്യൻ പട്ടാളക്കാർക്ക് നേരെ അക്രമവുമായി വന്നപ്പോ, ഇന്ത്യയിലെ ഭൂപ്രദേശം കൈയടക്കാൻ വന്നപ്പോ രാഹുൽ ഗാന്ധി ചൈനയ്ക്കൊപ്പം നിന്നു. ചൈന എടുക്കുന്ന നിലപാടാണ് ശരി, ചൈന ഭൂമി കയ്യേറി എന്നൊക്കെ പറഞ്ഞ് നാട് മുഴുവൻ നടത്തി പ്രസ്താവന നടത്തി. മോഡിയുടെ കാലഘട്ടത്തില് ചൈനീസ് പട്ടാളം ഇന്ത്യയിലേക്ക് കാലെടുത്ത് വെക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ പിന്നാക്കം പോയിട്ടുണ്ട്. 1 ഇഞ്ച് ഭൂമി മോഡിയുടെ കാലത്ത് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അത് നമ്മുടെ നാട്ടിലെ സുരക്ഷാ ഭടന്മാര്, സൈനിക മേധാവിമാര് തുറന്ന് പറയുന്നുണ്ട്. കോൺഗ്രസുകാരുടെ കാലത്ത് ചൈന കയറി വന്ന പ്രദേശമൊക്കെ അവരുടെ കൈവശമാണ് ഇപ്പോഴും. അതേപോലെ തന്നെ ഡോക്ലാമിന്റെ പ്രത്യേകത ഭൂട്ടാനും ഇന്ത്യയും ചൈനയും സന്ധിക്കുന്ന ഒരു ത്രികോണമാണ്. അവിടെ കടന്നു വന്ന് ഇന്ത്യൻ അതിർത്തിയില് പ്രശ്നമുണ്ടാക്കാൻ ചൈനീസ് പട്ടാളം ശ്രമിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മോഡി ഗവൺമെന്റിന്റെ കാലത്ത് തന്നെയാണ്. അന്ന് ഇന്ത്യൻ സൈന്യം ശക്തമായിട്ട് തിരിച്ചടിച്ചു, പാകിസ്ഥാൻ തിരിച്ചുപോയി. കാരണം അത് ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങളെ അട്ടിമറിക്കാനുള്ള ചൈനയുടെ നീക്കമായിരുന്നു.
ആ ആ ഡോക്ലാമില് ഇന്ത്യയുടെയും ചൈനയുടെയും പട്ടാളം മുഖാമുഖം നിൽക്കുന്ന വേളയില് അർദ്ധരാത്രിയിൽ ചൈനീസ് എംബസി സന്ദർശിച്ച ഒരാളുണ്ട്. ആരോടും പറയാതെ ചൈനീസ് എംബസി പോയ ഒരാളുണ്ട്. അത് രാഹുൽ ഗാന്ധിയാ. എന്തിനു വേണ്ടിയിട്ടാ പോയത്? ആരുടെ ഉപദേശം കേൾക്കാനാണ്? ആർക്ക് എന്ത് വിവരം നൽകാനാണ് പോയത്? അപ്പൊ ഈ കുടുംബം നെഹ്റു മുതൽ രാഹുൽ ഗാന്ധി വരെ എന്നും രാജ്യ സുരക്ഷയ്ക്ക് പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. രാജ്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. അത് ചെറുതായിട്ട് കണ്ടുകൂടാ. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കണ്ടത്. ഓപ്പറേഷൻ സിന്ദൂറില് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ മുഴുവൻ തകർത്തു. പാക് അധീന കാശ്മീരിലെ പാക് ഭീകര ലോഞ്ച് പാഡുകൾ തകർത്തു. പാകിസ്ഥാന്റെ വ്യോമസേനാ കേന്ദ്രങ്ങളിലെ റൺവേസ് തകർത്തു. വ്യോമസേനാ കേന്ദ്രങ്ങൾ നമ്മൾ ആക്രമിച്ചു. അവരുടെ സുരക്ഷാ സംവിധാനത്തെ തകർക്കാൻ നമുക്ക് കഴിഞ്ഞു. അപ്പോഴൊന്നും ഇന്ത്യൻ സേന ഇന്ത്യയുടെ അതിർത്തി കടക്കാതെയാണ് ഇതൊക്കെ ചെയ്തത്. LOC കടന്നിട്ടില്ല നമ്മള്. ഇന്ത്യക്കുള്ളിൽ നിന്നിട്ടാണ് ഇതൊക്കെ ഇന്ത്യൻ സേന ചെയ്തത്. അത്രമാത്രം സൂക്ഷ്മമായിട്ട് സുരക്ഷിതമായിട്ട് ഗൗരവത്തോടു കൂടി ഇന്ത്യൻ സേന പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോ ഇന്ത്യക്ക് എത്ര വിമാനം നഷ്ടപ്പെട്ടു, ഇന്ത്യക്ക് എത്ര സൈനികരെ നഷ്ടപ്പെട്ടു തുടങ്ങിയ ചോദ്യങ്ങൾ പരസ്യമായി ഉന്നയിച്ചിട്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു ആത്മവീര്യം തകർക്കാനുള്ള ശ്രമം കോൺഗ്രസ് നടത്തിയില്ലേ? രാഹുൽ ഗാന്ധി നടത്തിയില്ലേ? ആ സമയത്ത് പാകിസ്ഥാന്റെ എത്ര വിമാനം തകർന്നു, പാകിസ്ഥാനിൽ എത്ര ഭീകരന്മാർ കൊല്ലപ്പെട്ടു, പാകിസ്ഥാനിൽ എത്ര ഭീകര കേന്ദ്രങ്ങൾ തകർത്തു എന്ന് ചോദിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായോ? എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു രാജ്യവിരുദ്ധം എന്ന് സർവരും വിവക്ഷിച്ചിട്ടുള്ള ഒരു നിലപാട് രാഹുൽ ഗാന്ധി കോൺഗ്രസ് സ്വീകരിക്കുന്നത്? അത് 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 ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. ഞാൻ പറയുന്നു, അത് രാഹുൽ ഗാന്ധിയിൽ തുടങ്ങിയതല്ല, നെഹ്റുവിൽ തുടങ്ങിയതാണ്. രാഹുൽ ഗാന്ധിയിൽ അത് അവസാനിക്കാനും പോകുന്നില്ല. കോൺഗ്രസിന്റെ സംസ്കാരമായിട്ട് ഈ രാഷ്ട്രവിരുദ്ധത, രാജ്യവിരുദ്ധത മാറുന്നു. അത് രാജ്യത്തിന് അപകടകരമാണ്. തിരുത്തേണ്ടത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ്, അതിന്റെ നേതൃത്വം തന്നെയാണ് എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.